ഹായ് ഫ്രണ്ട്സ് ടെലിട്ടപ്പോൾ അങ്ങനെ ഹീറോയി പോയ കാര്യം അവർക്ക് ന്യൂസ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഹീറോയി ശരി അങ്ങനെ ആറൊന്ന് ബാക്കി മെമ്പേഴ്സ് വിളിച്ചു, എന്താണ് പ്രശ്നം, അവളോടൊന്ന് പോയിടാ എന്ന് പറഞ്ഞു. എവിടേക്കാ പോവാ, അവളെ കൺട്രിക്ക്. എന്ത് കൺട്രിക്കാ? അതെ, അത് മാത്രമല്ലടാ, അവൾക്ക് മാരേജ് ചെന്ന് കേട്ട്. ഇരുട്ട് ഷോക്കായിരുന്നു ആറാമത്തെ. എന്താ മാരേജാ? ജിന്നു അതെടാ, ഞാൻ പറയുന്നത് കേട്ടായിരുന്നു, മാരേജ് ചെയ്യാൻ പോകുന്നത്. ഇതാരാണ് എൻ്റെ അടുത്ത് പറഞ്ഞ? ജിമ്മിനെ എനിക്ക് പറഞ്ഞിട്ട് അയച്ചു. അവൾ മാരേജ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. അത് ഞങ്ങൾക്ക് ചെറുതും കേട്ടായിരുന്നു. ജിന്നു പറയായിരുന്നു മാരേജ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ജോക്ക് നിരിച്ചു പോയി. ഞാൻ പറഞ്ഞേന്ന് എന്താ പറഞ്ഞ. അങ്ങനെയായിട്ട് അവർ എല്ലാവരും സംസാരിക്കാതെ ശരി ഓക്കെ ആറാം പറഞ്ഞു മാരേജ് കാര്യം നമുക്ക് പോകാം. ഇറയോടെ പ്ലേസ് ഉള്ളത് അവൾക്ക് വന്നു തന്നെ എല്ലാവരും 4 പേർ വന്നു തന്നല്ലോ ഡോൺമാരി. അവിടെ പ്രിൻസിപ്പൾ ഹായോ എന്തോരം കഷ്ടോ ഇത് വെച്ച് ഞാൻ എന്താ ചെയ്യുക, ഈ സ്റ്റുഡൻസ് ഇപ്പോൾ ഭയങ്കര ഓവർ ചെയ്യുക എന്ന് പ്രിൻസിപ്പൾ തളയിൽ തട്ടോട് തള്ള തൂവാൽ വെച്ച് വീട്ടിലേക്ക് നല്ല കൂർക്ക പറഞ്ഞത് നല്ല ഉറക്കന്നെ. എൻ്റെ പ്രിൻസിപ്പളിലെ ടപാലിനടിച്ച് പ്രിൻസിപ്പൾ പേടിച്ച് പോയി. അയ്യോ ആരാ ഇടി വീണു അയ്യോ അയ്യോ എന്നെ കൊള്ളരുതേ അങ്ങനെ ആറും കൂടെ എഴുതായി. അയ്യോ സാർ നിങ്ങളെന്താ സാർ ഇവിടെ ചെയ്യാം? ആയിഷ എവിടെ? ആയിഷ ആരാ? ആയിഷ ഫൈനൽ പഠിപ്പിക്കുന്ന ആയിഷ എവിടെ? സാർ അവർക്ക് മാരേജ് സാർ, അവർ ഇന്ത്യയൊക്കെ പോയി. ഇന്ത്യ എവിടെ? ഒരു മറത്തിയായിരുന്നു സാർ, പ്ലീസ് സാർ എന്ന് പറഞ്ഞു. സാർ പറയാം ഇങ്ങനെയായിട്ട് ഒരു ഗേൾ വിളിച്ചായിരുന്നു. ഇവിടെ ഒരു ഇങ്ങനെയായിട്ട് ടീച്ചർ ഇങ്ങനെ കോപ്പി എടുത്ത് ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു. ഇങ്ങനെ ജങ്കുക്ക് പറയായിരുന്നു. ചേട്ടാ വന്നു അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പിടിച്ചായിരുന്നു. ഹീറോ എവിടെ ഉള്ളത്? ചേട്ടാ ഞങ്ങൾ കൂടെ വരാം. എന്നെ സുഖം ഉറക്കായിരുന്നു 3 പേര്. ചേട്ടാ ഞാനും കൂടെ വരാം ചേട്ടാ, പ്ലീസ് ചേട്ടാ എന്ന് പറയാറുണ്ട്. ശരി ഓക്കെ വാ എന്ന് പറഞ്ഞ് അവർ 7 പേർ അവർക്ക് സ്വന്തം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ അവർ പോയിരുന്നു. അവിടെ നിന്ന് ഫ്ലൈറ്റിൽ അവിടെ നിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു ശരി ഞാൻ ഇവിടേക്ക് പോകുന്നത് ഫ്ലൈറ്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഇന്ത്യക്ക് എത്തി. ഹീറോയുള്ള പ്ലേസിലേക്ക് എത്തി. അവർക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച കാരണം അതിൽ പറഞ്ഞ അവിടെ ജോലി ചെയ്യുന്ന പറഞ്ഞ ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവൾ ഇന്ത്യൻ ഗേളാണ് ഹീറോയിനെ കൂടെ വന്നത്. അവളവിടെ ജോലി ചെയ്യാൻ പോകുന്നത്. അവൾക്ക് മാരേജ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഹീറോയിനെ കൂടെ വന്നതാണ്. അങ്ങനെ ആ പെണ്ണിനെ പിടിച്ചോണ്ട് വരട്ടെ. ഹീറോയിൻ്റെ വീടിൻ്റെ അടുത്താണ് അവളെ വീട്. അങ്ങനെ കൂടെ പിടിച്ചോണ്ട് വന്ന് സാർ ശരി സാർ എന്താ ചെയ്യാം? പറഞ്ഞേക്ക് ഫാത്തിമ നീ എൻ്റെ കൂടെ വാ എന്ന് മറട്ടായിരുന്നു. ഫാത്തിമാന്ന് പേരാണ്. അയ്യോ ഈ ആയിഷയൊക്കെ ലൂസ് പിടിച്ചതാ. ഇവരെ കണ്ണ് കീറി കൊടുങ്ങോ ഇവളെ? എന്ത് ചെയ്യായിപ്പാ, എന്നെ കുറിച്ച് മിരട്ടാൻ തുടങ്ങിയല്ലോ ഇവർ. എന്ത് ചെയ്യുക, എവിടുന്ന് എങ്ങനെ മുങ്ങാ? ഇവരെ കൈക്ക് ഒരിക്കൽ കിട്ടിയ അവർക്കതം ടോർച്ച് ചെയ്ത് കൊന്നു കളയുമല്ല എന്ന് പേടിച്ച് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയുടെ വീടെല്ലാം കല്യാണം ഡ്രസ്സ് അങ്ങനെ നല്ല ഡിസൈൻ പാട്ട് മൈലാഞ്ചിയാണ് ഹീറോയ്ക്ക്. അങ്ങനെ ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സിവിടെ സംസാരിക്കായിരുന്നു. ഇത് സാർ ഇന്ന് മൊയിലാഞ്ചി സാർ മറന്നുപോയി, നാളെ രാവിലെ മാരേജാ എന്നിട്ട് മുറക്കാൻ. അയ്യോ സാർ മാരേജ് സാർ ശരി സാർ നീ പോകത്ത്. അവളെ കുളിച്ച് ഫ്രഷായിട്ട് പോയായിരുന്നു. ഹീറോയി ജോലിയായിട്ട് എൻജോയ് എന്താ പറയുക മാരേജ് കാണും എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ശരി ഉമ്മ പറഞ്ഞ കേട്ടായിരിക്കും. അപ്പോൾ ഉമ്മ പറഞ്ഞ കൊണ്ട് മാരേജ് അത് ഹീറോയിൻ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. മാരേജൊക്കെ പറഞ്ഞ ഒരു ഫ്രോക്കായിരുന്നു ഇട്ടിട്ട് ജോൾസൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിങ്ക് ഫ്രോക്കാണ്, പിങ്ക് കളറായിട്ട് ഡയമണ്ട് കളറായിട്ട് മിക്സായിട്ട് നല്ല മിന്നുന്ന ഹീറോയിൻ ഡ്രസ്സ്. ഹീറോയിൻ ഹായ് ഫാത്തിമ നീ വന്നോ? അതെ വെച്ച് മനസ്സിലുള്ള ആയിഷ നോക്കിയിട്ട് പറയുന്നു ഫാത്തിമ. എനിക്ക് നാളെ മാരേജ് നടന്നു പോയി. ഞാനിവിടെ എങ്ങനെ പറഞ്ഞില്ല എന്നെ ടോർച്ചർ ചെയ്യൂ എന്ന് മനസ്സിൽ കരിയായിരുന്നു. സോറി ആയിഷ, എന്നെ ശ്രമിക്കുക ആയിഷ. എന്തടി എത്ര മണിക്കടി മാരേജ്? നടന്ന കാര്യം പറഞ്ഞു. എത്ര മണിക്ക് മാരേജ്? ശരി ഓക്കെ ഡി അങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു മാരേജ് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഹീറോയി ജോലി ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിട്ട് മാരേജ് രാവിലെ ഹീറോയിൻ റെഡി ആയിരുന്നു. നല്ല ക്യൂട്ടായ നല്ല സാരി ഇട്ട് ജോൽസെൽ വെച്ച് ഹീറോയി വന്നായിരുന്നു. മാരേജ് നടക്കുമായിരുന്നു. പെണ്ണിൻ്റെ റൂമിലെടുത്തോട്ട് വരാൻ പോകുമ്പോൾ അങ്ങനെ കുറേ ബ്ലാക്ക് കാർ വരാൻ തുടങ്ങിയായിരുന്നു. ബ്ലാക്ക് ഇങ്ങനെ കാർ വന്ന് ചുറ്റുമായിരുന്നു. അങ്ങനെ സ്മോക്കായിരുന്നു. അതെല്ലാം സ്മോക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് മച്ച മാസ്ക് ഇടുന്നത് എന്നാ മാസ്ക് ഇട്ടാ എന്നിട്ട് മച്ച എനിക്ക് മാസ്ക് തരുന്നത് ചെക്കനക്ക് സർപ്രൈസ് ഇത് ഇട്ടോ എന്തിനാ ഇടിയോ സോസം മതി ഇത് ഇട്ടോ
അയ്യോ എന്തിനാ മാസ്ക് ഇടാൻ പോകുന്നത്, ഇവള് മണ്ടത്തിരിക്കെ കൈവാടി എന്ന് പറഞ്ഞു. എല്ലാം മാസ്ക് ഇട്ടായിരുന്നു, സ്മൊക്കെ ഇട്ട് അവരെല്ലാം മൊത്തം മയങ്ങി വീണായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ചാൾ വന്നായിരുന്നു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ബോഡി ഗാർഡ് മതി, അവർ വന്ന് ഹീറോയിനെ പിടിച്ചു. ആ എന്നെ വെളിയിലെടുത്തോണ്ട് വന്നേ, എന്ത് പറ്റി മച്ചി അവർക്കല്ല, വാടി വാടി അയാ വാ എന്ന് പറഞ്ഞ് ഹീറോ എടുത്തോണ്ട് ഹീറോ ചെറുതായി വലിച്ചോണ്ട് പോയതായിരുന്നു. അങ്ങനെ മാസ്ക് കൂറുന്നൊക്കെയായിരുന്നു. ഹീറോ ഒത്തൊന്നും വാങ്ങി വേണം. അയ്യോ ഇവിടെ പറഞ്ഞ് മനസ്സിലാകുന്നില്ല ഇവൾക്ക്. എന്നെ അപ്പോൾ അങ്ങനെ ആറം വന്നായിരുന്നു. ആറം വന്ന് ഹീറോയിനെ എടുത്തോണ്ട് പോയത്. സാർ എന്തോ സാർ ചെയ്യുന്നത്, അങ്ങനെ ഹീറോയിനെ എടുത്തോണ്ട് വന്നായിരുന്നു. എല്ലാം റെഡിയാണല്ലേ, റെഡിയാണ് സാർ എന്ന് പറഞ്ഞ് അവിടെ ഒരു കണ്ണടി വെച്ചിട്ട് ഒരു വെത്തല വെച്ചിട്ട് ഒരാളുണ്ടായിരുന്നു. എന്നമ്മ എന്നാ എന്താപ്പാ എന്ന് ചോദിച്ചായിരുന്നു. അതിന് അവർക്ക് എന്താപ്പാ ഇത് ഒരു വെത്തല ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അവർ എന്താ മാരേജ് കഴിക്കുമ്പോൾ, ഓ മാരേജ് ആർക്കപ്പാ മാരേജ്, എനിക്കോ മാരേജ്, ഇവളെ നമ്മ മയങ്ങി വീണ സാർ, ഇവളെ മയങ്ങി വീണു സാർ, ഇപ്പോൾ കുറച്ച് തണ്ണി വയ്ക്കാം, തണ്ണി വെച്ച് ഹീറോ വെച്ച് എന്താ വെച്ചാൽ എടുക്കുന്നത്. അയ്യോ ഇപ്പം എന്ത് ചെയ്യാം, ആറ് പറഞ്ഞു എന്തിനാ ഇവളെ എന്ത് ചെയ്യാൻ മുറിക്കായിരുന്നു. അങ്ങനെ വീണ്ടും ഫ്രൈ അടിച്ച് അവിടെ മൊത്തം ഒന്നും മയങ്ങി വീണ്. അയാൾക്ക് കൺഫ്യൂസായി, എന്ത് സാർ മയക്കുക, സാരില്ല ഇങ്ങനെ മാരേജ് കഴിക്കാൻ പോകുന്നത് 7 പേര് മാരേജ്. ആൾക്ക് ഷാക്കായിരുന്നു. സാർ എന്താ സാർ മരക്ക് ഇത് മാരേജ് കഴിക്കാം, അങ്ങനെ ഹീറോയിനെ മാരേജ് ചെയ്തു. സാർ എന്നേ സാറേ 7 പേർക്ക് എങ്ങനെ സാർ മാരേജ് കഴിക്കാൻ പറ്റുമോ, ഈ ഒരു കുട്ടിക്ക് എങ്ങനെ സാർ 7 പേര് മാരേജ് പോകും. അങ്ങനെ ആറമ്മ ഒരു ഗണ്ണെടുത്തായിരുന്നു. അയ്യോ സാർ സോറി സാർ, ശരി ഓക്കെ എന്നാ പറഞ്ഞ ഒരു എല്ലാം റെഡിയാക്കുമായിരുന്നു. റെഡിയാക്കി എല്ലാവർക്കും ഇത് കൊടുത്തായിരുന്നു. അങ്ങനെ അവരും ശരി ഓക്കെ. അങ്ങനെ ഹീറോയ്ക്ക് അവർക്ക് മാരേജ് ആയിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് നേരം കഞ്ഞി തുറന്നായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആരാ നിങ്ങൾ, എല്ലാവരും മാസ്ക് കൂടെ. ഹീറോയുടെ ഫ്രണ്ട് ചക്കാന്തി എന്നിപ്പോൾ നെക്കിൽ കത്തി പിടിച്ച് മറട്ടായിരുന്നു. നീ ഇതിൽ സൈൻ ശരിച്ച് നിന്റെ ഫ്രണ്ടിനകത്ത് കൊന്നു കളയുന്നു. ആ ശരി സാർ ശരി സൈൻ ഇട്ടായിരുന്നു. ഹീറോയ്ക്ക് മാരേജുമായി. ഹീറോയി ഒന്നുമില്ല, ഞാൻ സൈൻ ചെയ്യണം എന്ന് ഹീറോയി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കണ്ട ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. അവിടേക്കേ മയങ്ങി വീണു. എന്താ ഇത് മൊത്തം മയങ്ങി വീഴുന്നത്, എടി ആയിഷ എനിക്കിടി ആയിഷ എന്നിൻ്റെ മൊത്തം മയങ്ങി വീണോണിയെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയായിട്ട് ആറാമ്മ ചിരിച്ചായിരുന്നു. ആറാം പറഞ്ഞ് ശരി ഓക്കെ. അവിടെ ഉള്ളവരോട് ഒരു അങ്ങനെ അതെല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ ആ ബുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അത് മാറിപ്പോയി. ശരി ഓക്കെ എന്ന് അതിൽ ഒരേ ഒരു പേര് മാറിപ്പോയി. അങ്ങനെ ടെക്ക് എന്ന് മാജിക് യൂസ് ചെയ്ത് അവിടെ നിന്ന്